വിശുദ്ധ കുർബാന മധ്യേ മനുഷ്യനിർമ്മിതമായ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ മാംസവും രക്തവുമായി മാറുന്നു. ലോകമെമ്പാടുമുള്ള കത്തോലിക്ക ദേവാലയങ്ങളുടെ അൾത്താരകളിൽ ശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അവിശ്വാസത്തിന്റെ കണ്ണുകളിൽ നിന്ന് ഇതിനെ നോക്കിക്കാണുമ്പോൾ പലരും ഈ സത്യത്തെ നിരാകരിക്കുകയാണ് പതിവ്. അങ്ങനെയുള്ളവർക്ക് മറുപടി എന്നോണം ലോകത്ത് പലയിടത്തായും തിരുവോസ്തിയുടെ അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട്. അത്തരത്തിൽ സംഭവിച്ച ഒരു അത്ഭുതമാണ് പോളണ്ടിലെ സൊക്കോൾക്കയിലുണ്ടായത്. 2008 ഒക്ടോബർ 12 ഒരു ഞായറാഴ്ചയായിരുന്നു ആരെയും അത്ഭുത സ്തബ്ധരാക്കിയ ഈ സംഭവം നടന്നത്. വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള സൊക്കോൾക്കയിൽ പതിവ് പോലെ ഞായറാഴ്ച കുർബാനയാചരണം നടക്കുകയായിരുന്നു. എന്നാൽ വിശുദ്ധ കുർബാന സ്വീകരണ മധ്യേ തിരുവോസ്തി നിലത്തു വീണു. ഭക്ഷിക്കാനാവാത്ത വിധം തിരുവോസ്തിയിൽ അഴുക്കുപുരണ്ടതിനാൽ ഇത് വെള്ളത്തിലിട്ട് ലയിപ്പിക്കുകയും തുടർന്ന് തിരുവോസ്തി അലിഞ്ഞു തീർന്ന വെള്ളം ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കാത്ത വിധം സിങ്കിൽ ഒഴുക്കിക്കളയാൻ വികാരിയച്ഛൻ തീരുമാനിക്കുകയും ചെയ്തു. അതിൻ പ്രകാരം ഫാദർ സ്റ്റാൻസിലോ തിരുവോസ്തി വെള്ളത്തിലിട്ട് വയ്ക്കുകയും ചെയ്തു. ഒരാഴ്ചയ്ക്ക് ശേഷം ആരാധന സമൂഹം കോൺഗ്രിഗേഷനിലെ സിസ്റ്റർ ജൂലിയ തിരുവോസ്തി അലിഞ്ഞ വെള്ളം ഒഴുക്കിക്കളയാൻ തിരുവോസ്തി സൂക്ഷിച്ച സേഫിന്റെ വാതിൽ തുറക്കുകയും തുറന്ന മാത്രയിൽ തന്നെ ചുറ്റിനും ശക്തമായി സുഗന്ധം അനുഭവപ്പെടുകയും ചെയ്തു. പാത്രം തുറന്നപ്പോഴാകട്ടെ കണ്ടത് അലിയാത്ത തിരുവോസ്തിയും ഓസ്തിയുടെ മധ്യേ രക്തക്കറയും കണ്ടതോടെ സ്തബ്ധയായ സിസ്റ്റർ ജൂലിയ വേഗം തന്നെ ഫാദർ സ്റ്റാൻസിലോയെ വിവരമറിയിച്ചു. സംഭവം അറിഞ്ഞ വേളയിൽ അമ്പരന്നുപോയ ഫാദർ സ്റ്റാൻസിലോ മറ്റു വൈദികരെയും കൂട്ടി സംഭവ സ്ഥലത്തെത്തി. സിസ്റ്റർ പറഞ്ഞതിന്റെ സത്യാവസ്ഥ നേരിട്ട് കണ്ട അവർ വളരെയധികം അമ്പരന്നുപോയി. എങ്കിലും അവർ ഈ അത്ഭുതം രഹസ്യമാക്കി വെച്ചു. മുന്നോട്ട് എന്ത് സംഭവിക്കുമെന്നറിയാൻ രൂപതാ ബിഷപ്പിന്റെ ആഹ്വാനപ്രകാരം തിരുവോസ്തി സംരക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. ഒക്ടോബർ 29 തിരുവോസ്തി അടങ്ങിയ ഭരണി റെക്ടറിയിലെ ഡിവൈൻ മേഴ്സി ചാപ്പലിലേക്ക് മാറ്റി. മെത്രാപ്പോലിത്തയുടെ നിർദ്ദേശമനുസരിച്ച് തിരുവോസ്തി ഒരു ലിനൻ തുണിയിലേക്ക് മാറ്റി ഏതാണ്ട് 3 വർഷത്തോളം അതേ അവസ്ഥയിൽ സൂക്ഷിക്കുകയും ചെയ്തു. അടുത്ത വർഷം തിരുവോസ്തിയുടെ മാറ്റം വന്ന ഭാഗം സാധാരണ സംഭവിക്കുന്നതുപോലെ ഉണങ്ങി. ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കുവാൻ സഭ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. ബിയാലിസ്റ്റോക്കിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരടക്കം വ്യത്യസ്ത പരീക്ഷണങ്ങൾ തിരുവോസ്തിമേൽ നടത്താൻ ആരംഭിച്ചു. പരീക്ഷണങ്ങൾക്കൊടുവിൽ അവർ സ്ഥിരീകരിച്ചു അത്ഭുതം നടന്ന തിരുവോസ്തി മരിച്ചുകൊണ്ടിരിക്കുന്ന അഥവാ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയകോശങ്ങൾക്ക് തുല്യമാണെന്ന്. കൂടാതെ കൃത്രിമമായി യാതൊന്നും ചേർത്തിട്ടില്ല എന്നും പരീക്ഷണ സംഘം സ്ഥിരീകരിച്ചു. ഇന്നും ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചു എന്നത് അജ്ഞാതമാണ്. ശാസ്ത്രതത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും വിശദീകരിക്കാനാവാത്ത അത്ഭുതം. വിശുദ്ധ കുർബാനയെ പരിഹസിക്കുന്നവർക്കും ചോദ്യം ചെയ്യുന്നവർക്കും ഉത്തരമായി ശാസ്ത്രലോകത്തിന് അജ്ഞാതമായി പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ മഹിമ തുറന്നു കാണിച്ച ഈ ദിവ്യാത്ഭുതം ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസത്തെ ശക്തമാക്കുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഹോണ്ടുറാസിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം ശ്രദ്ധ നേടുന്നു. 1 വർഷം മുമ്പ് നടന്ന അത്ഭുതം ഗ്രാസിയാസ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് വാൾട്ടർ വില്യം സോട്ടോ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഹോണ്ടുറാസിലെ ഗ്രാസിയാസ് രൂപതയിൽ സ്ഥിതി ചെയ്യുന്ന മലമ്പ്രദേശമായ സാൻ ജുവാനിൽ 2022 ജൂൺ 9 ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. കൃഷിയും കന്നുകാലി വളർത്തലുമായി കഴിയുന്ന 60 ക്രൈസ്തവ കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. സ്ഥിരമായി ഒരു വൈദികൻ ഇല്ലാത്തതുകൊണ്ട് ജോസ് എൽമർ ബെനിറ്റസ് മച്ചാഡോ എന്ന അൽമായനെയാണ് രൂപത വിശ്വാസികളുടെ അടിയന്തര ആജപാലന ശുശ്രൂഷയ്ക്ക് പ്രത്യേക അനുമതിയോടെ നിയോഗിച്ചിരിക്കുന്നത്. ഏതാനും ആഴ്ചകൾ കൂടുമ്പോൾ മാത്രമാണ് വൈദികൻ ഇവിടെയെത്തി വിശുദ്ധ കുർബാന അർപ്പിക്കാറുള്ളത്. അന്ന് കൂദാശ ചെയ്ത തിരുവോസ്തികൾ സക്രാരിയിൽ സൂക്ഷിച്ചു വെക്കുകയാണ് പതിവ്. എല്ലാ വ്യാഴാഴ്ചയും കുറഞ്ഞത് 15 കുടുംബങ്ങളെങ്കിലും തങ്ങളുടെ പ്രദേശത്ത് പണിതീർത്ത ആലയത്തിൽ ഒരുമിച്ച് കൂടുകയും ജോസേൽമർ വചനസന്ദേശം നൽകുകയും വൈദികൻ കൂദാശ ചെയ്ത വിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് നൽകുകയും ചെയ്യും. 2022 ജൂൺ 9 ഈശോയുടെ പൗരോഹിത്യത്തിന്റെ തിരുനാളായിരുന്നു. പതിവ് പോലെ വിശുദ്ധ കുർബാന നൽകാൻ സമയമായപ്പോൾ ജോസേൽമർ സക്രാരി തുറന്നു.
കൂദാശ ചെയ്ത തിരുവോസ്തികൾ സക്രാരിയിൽ മരത്തിന്റെ സിബോറിയത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. കൂടാതെ സിബോറിയം ഒരു വെള്ള തുണി ഉപയോഗിച്ച് പൊതിഞ്ഞാണ് സക്രാരിയിൽ സൂക്ഷിച്ചിരുന്നത്. ജോസ് എൽമർ പ്രസ്തുത വെള്ള തുണി തുറന്നപ്പോഴാണ് തുണിയിൽ രക്തം പുരണ്ടിരിക്കുന്നത് കാണുന്നത്. എങ്കിലും തന്റെ ആശ്ചര്യം അടക്കിപ്പിടിച്ച് ജോസ് എൽമർ വിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് കൊടുത്തു. തന്റെ ആദ്യ നിഗമനം തന്നെ യേശുവിന്റെ തിരുരക്തമാണ് അത് എന്ന് തന്നെയായിരുന്നുവെന്ന് ജോസ് എൽമർ പറയുന്നു. എങ്കിലും മറ്റ് സാധ്യതകൾ കൂടി കണക്കിലെടുക്കേണ്ടത് അനിവാര്യമായതിനാൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം പ്രാർത്ഥനയ്ക്കായി സമ്മേളിച്ച വിശ്വാസികളോട് ദൈവാലയത്തിൽ ചോർച്ച ഉള്ളതായി ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടോ എന്നും അപരിചിതർ ആലയത്തിൽ പ്രവേശിച്ചതായി തോന്നുന്നുണ്ടോ എന്നും തിരക്കി. അത്തരം സംഭവങ്ങൾ ഒന്നും തന്നെ നടന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് സക്രാരി തുറന്നപ്പോൾ താൻ കണ്ടതിനെക്കുറിച്ച് ജോസ് എൽമർ വിശ്വാസികളെ അറിയിച്ചത്. തുടർന്ന് ജോസ് എൽമർ വിശ്വാസികളെ രക്തം പുരണ്ട വെള്ളത്തുണി കാണിക്കുകയും രൂപതയിൽ വിവരം അറിയിക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ ഫാദർ മാർവിൻ സെറ്റല്ലോ, ഫാദർ ഓസ്കർ റോഡിഗസ് എന്നിവർ സാൻ ജുവാനിൽ എത്തുകയും പ്രസ്തുത വെള്ളത്തുണി ഭദ്രമായി സീൽ ചെയ്ത് ബിഷപ്പ് വാൾട്ടർ വില്യം സോട്ടോയെ ഏൽപ്പിക്കുകയും ചെയ്തു. പ്രസ്തുത സംഭവത്തിലെ തുടർ നടപടികൾ എങ്ങനെ ആരംഭിക്കണം എന്ന് വിചിന്തനം ചെയ്യുന്നതിനായി ബിഷപ്പ് തന്റെ സ്വകാര്യ ചാപ്പലിൽ സീൽ ചെയ്ത വെള്ളത്തുണി സൂക്ഷിക്കുകയും ഏകദേശം 3 മാസത്തെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനും ശേഷം ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബിഷപ്പ് ഗ്രാസിയാസിൽ നിന്നും 47 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സാന്ത റോസ ഡി കോപ്പൻ മെഡിക്കൽ സെന്ററിലേക്ക് അയച്ചു. എന്നാൽ അവിടെ പ്രസ്തുത പരിശോധനകൾ നടത്താനുള്ള സജ്ജീകരണങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ടെഗുസിഗാൽപയിലെ ഡിസ ടെസ്റ്റ് ടോക്സിക്കോളജിക്കൽ സെന്ററിലേക്ക് സാമ്പിൾ അയക്കുകയും ചെയ്തു. അവിടെ ഡോക്ടർ ഹെക്ടർ ഡയസ് ഡെൽവാലെയാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. 2022 ഒക്ടോബർ അവസാനത്തോടെ ഫോറൻസിക് വിദഗ്ധരും രസതന്ത്രപരമായ പഠനങ്ങൾക്കും സാമ്പിൾ വിധേയമായി. വിശദമായ പരിശോധനയിൽ തുണിയിൽ ഉണ്ടായിരുന്നത് മനുഷ്യരക്തമായിരുന്നുവെന്നും AB പോസിറ്റീവ് വിഭാഗത്തിൽപ്പെട്ട രക്തമാണെന്നും തെളിഞ്ഞു. കൂടാതെ ലാൻസിനോയിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിലും ടൂറിൻ തിരുക്കശിയിലും കണ്ടെത്തിയ രക്തത്തിന്റെ അതേ ഘടന തന്നെയാണ് പ്രസ്തുത രക്തസാമ്പിളിൽ ഉള്ളതെന്നും പരിശോധനയിൽ വ്യക്തമായി. ഡോക്ടർ ഹെൻഡർ ഡയസ് ഡെൽവാലെയെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു പ്രതിഭാസം രക്തം പുരണ്ട തുണി അന്തരീക്ഷവായുവുമായി ബന്ധപ്പെട്ടിട്ടും ഉണങ്ങുകയോ ഫംഗസ് തുടങ്ങിയവയുടെ സാന്നിധ്യം കണ്ടെത്തുകയോ അഴുകുന്നതിന്റെ ഒരു സൂചനയും കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ്. 1 വർഷത്തെ സമയമെടുത്ത് നടത്തിയ വിശദമായ ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഗ്രാസിയാസ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് വാൾട്ടർ വില്യം സോട്ടോ പ്രസ്തുത സംഭവം ദിവ്യകാരുണ്യ അത്ഭുതമായി ഔദ്യോഗികമായി അംഗീകരിക്കുകയായിരുന്നു. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം, യേശുവേ നീയൊന്നു